വെൽക്കം ടു ഫാബ്സോ. നമ്മൾ ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സീസൺസ് ആൻഡ് ടൈം. ഓരോ കാലത്തിനനുസരിച്ച് നേച്ചർ ഒരുക്കുന്ന വിസ്മയങ്ങൾ അനവധിയാണ്. വിൻ്റർ ആവുമ്പോൾ നല്ല മഞ്ഞായിരിക്കും, പുറത്തിറങ്ങുമ്പോൾ അറിയാം നല്ല തണുപ്പായിരിക്കും അല്ലേ? വിൻ്റർ മെല്ലെ മാറുന്നതോടെ ചുറ്റും നല്ല പച്ചപ്പായി തുടങ്ങും. പുല്ലും ചെടികളും മരങ്ങളും ഒക്കെ പച്ചപ്പണിയും. സ്പ്രിംഗ് സീസൺ വന്നാലോ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള പൂക്കളും ഇലകളും ഒക്കെ ഉണ്ടായിത്തുടങ്ങും. വിൻ്റർ സീസൺ കഴിയുമ്പോഴേക്കും സമ്മർ ആരംഭിക്കും. സമ്മർ സീസണായ നമുക്കറിയാം നല്ല ചൂടായിരിക്കും അല്ലേ? അങ്ങനെ നമ്മൾ ചൂടൊക്കെ കൊണ്ട് വീർപ്പ് മുട്ടിയിരിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തന്നുകൊണ്ട് റെയിനി സീസൺ വരും. പിന്നെ വരുന്ന സീസണാണ് ഓട്ടം സീസൺ. ഓട്ടം സീസണിൽ എന്താണ് സംഭവിക്കുക? വീണ്ടും വിൻ്റർ സീസണിനെ വെൽക്കം ചെയ്യാനായി ഏതാനും ആഴ്ചകൾ കൊണ്ട് മരങ്ങൾ അവയുടെ ഇലകൾ പൊഴിച്ചു കളയും. അങ്ങനെ ഓട്ടം സീസണും കഴിഞ്ഞ് വീണ്ടും വിൻ്ററിലെത്തി. ഇനി വീണ്ടും നല്ല തണുപ്പുള്ള കാലമായിരിക്കും. ഇതിങ്ങനെ എല്ലാ വർഷവും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ നേച്ചർ ഒരുക്കുന്ന ഈ വിസ്മയങ്ങൾ ഏറ്റവും നന്നായി കാണപ്പെടുന്നത് ഭൂമിയുടെ മിഡ് ലാറ്റിറ്റ്യൂഡ്സിലാണ്. എർത്തിൻ്റെ ഒരു ഭാഗത്ത് നൂണാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് മിഡ് നൈറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 2 ഡിഫറെൻറ്റ് ഡേയ്സ് ബട്ട് അറ്റ് ദി സെയിം ടൈം ഓൺ ദി എർത്ത്. ഭൂമിയിൽ ഒരേ സമയം 2 ദിവസങ്ങൾ. ഭൂമിയിൽ വൈവിധ്യങ്ങളായ സീസൺസ് ഉള്ള പോലെ വൈവിധ്യം നിറഞ്ഞതാണ് ലോകത്തിൻ്റെ സമയക്രമവും. അപ്പോൾ എന്താണ് സീസണൽ ചേഞ്ച്? The occurrence of winter, summer and rainy seasons one after the other. Such changes in the earth is known as seasonal change. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒന്നിനു പിറകെ ഒന്നായി ഒരുപാട് സീസൺസ് ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സീസണൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്? സോ ലെറ്റ്സ് ഡിസ്കസ് വൈ സീസൺസ് ചേഞ്ച്. ഭൂമിയെ നമുക്ക് 2 ഹെമിസ്ഫിയറായി തിരിക്കാം. ഈ 2 ഹെമിസ്ഫിയറിലുമുള്ള ഡിഫറെൻറ്റ് ഏരിയാസിൽ ലഭിക്കുന്ന സൺഷൈനിൻ്റെ എമൗണ്ടിൽ വ്യത്യാസമുണ്ട്. ഭൂമിയുടെ 2 ഹെമിസ്ഫിയറിലും ഒരേ സമയത്ത് ഒരേ അളവിലല്ല സൂര്യനിൽ നിന്നുള്ള ഈ എനർജി ലഭ്യമാവുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ ആർ ദി ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദി ഡിഫറെൻറ്റ് സീസൺസ്. വ്യത്യസ്ത സീസണുകളുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ലഭ്യമാവുന്ന സൺഷൈനിൻ്റെ എമൗണ്ടിലുള്ള ഈ വ്യത്യാസം. ഈ വ്യത്യാസത്തിൻ്റെ കാരണം എന്താണ്? ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ദിസ് ഈസ് നോൺ ആസ് റെവല്യൂഷൻ. ഭൂമി സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെയാണല്ലോ റെവല്യൂഷൻ ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത്. കൂടാതെ ഭൂമി ഒരു ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ ആക്സിസിലുള്ള ടിൽറ്റ് അഥവാ ചരിവും ഭൂമിയുടെ റെവല്യൂഷനുമാണ് ഭൂമിയിലെ ഈ സൺഷൈൻ വാരിയേഷന് കാരണം. ദാറ്റ് മീൻസ് ദി എർത്ത് റെവല്യൂഷൻ ആൻഡ് ദ ടിൽറ്റ് ഓഫ് ദി ആക്സിസ് ആർ ദി റീസൺസ് ഫോർ ദിസ് വാരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ. ഭൂമിയുടെ ഒരു റെവല്യൂഷൻ എടുക്കുന്ന സമയം 365 ദിവസങ്ങളാണ്. 365 ഫുൾ ഡേയ്സ് ആൻഡ് 1/4 ഓഫ് എ ഡേ ഈസ് നീഡഡ് ഫോർ 1 റെവല്യൂഷൻ. ഇതിനെയാണ് ഒരു ഇയർ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ 4 വർഷങ്ങൾ കൂടുമ്പോൾ 365 ദിവസം കഴിഞ്ഞുള്ള ആ 1/4 ദിവസം 4-ാം വർഷത്തിൽ 1 ദിവസമായി മാറും. അഥവാ 4-ാമത്തെ വർഷത്തിൽ 366 ദിവസങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വർഷങ്ങളിലാണ് ഫെബ്രുവരി മാസത്തിൽ 29th ഡേ ഉണ്ടാകുന്നത്. ഇങ്ങനെ 4 വർഷം കൂടുമ്പോൾ വരുന്ന ഒരു വർഷത്തിൽ 366 ദിവസങ്ങളുള്ള അഥവാ ഫെബ്രുവരി മാസത്തിൽ 29 ദിവസങ്ങളുള്ള വർഷങ്ങളെയാണ്
ലീപ്പ് ഇയർ എന്ന് വിളിക്കുന്നത്. ഡയഗ്രാം നോക്കൂ. ദി ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് tilted at an angle of 66.5 degree from the orbital plane. If measured from the vertical plane, this would be 23.5 degree. നമ്മൾ നേരത്തെ പറഞ്ഞു എർത്തിൻ്റെ ആക്സിസിന് ഒരു ചരിവുണ്ടെന്ന്. ഭൂമിയുടെ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്നും 66.5 ഡിഗ്രിയും ഭൂമിയുടെ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും 23.5 ഡിഗ്രിയും ചരിഞ്ഞിട്ടാണ് ഈ ആക്സിസ് ഉള്ളത്. That means the earth maintains this tilt throughout its revolution. This is known as the parallelism of the earth's axis. ഈ ടിൽറ്റ് ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള റവല്യൂഷനിൽ ഉടനീളം നിലനിർത്തും. ഇതിനെയാണ് പാരലലിസം ഓഫ് ദി എർത്ത് ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ഡയഗ്രാം നോക്കൂ. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് പാരലലിസം കുറച്ചുകൂടി വ്യക്തമായി കാണാനാകും. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ ത്രൂ ഔട്ട് ആ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണാം. 23.5 ഡിഗ്രി നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി സൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ പാരലലിസം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഭൂമിയിൽ നിന്നുള്ള സൂര്യൻ്റെ റിലേറ്റീവ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെയും ഇടയിൽ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സൂര്യൻ്റെ റിലേറ്റീവ് പൊസിഷൻ മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. ഭൂമിയുടെ ആക്സിസിനുള്ള ചരിവ് കൊണ്ടുണ്ടാകുന്ന സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻ്റാണ് സീസൺസ് ഉണ്ടാവാനുള്ള കാരണം. സോ ദി അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ due to the inclination of the axis is the reason for the occurrence of seasons. ഈ ഡയഗ്രത്തിലേക്കൊന്ന് നോക്കൂ. ഒരൊറ്റ റവല്യൂഷനിൽ ഉണ്ടായ ഭൂമിയുടെ 4 വ്യത്യസ്ത പൊസിഷൻസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സൂര്യൻ്റെ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് മൂലം എർത്തിന് മേൽ വന്നു പതിക്കുന്ന സൺലൈറ്റിലെ വാരിയേഷൻസ് കാണാനാകും. ഒരു വർഷത്തിൻ്റെ ഒരു പകുതിയിൽ സൂര്യപ്രകാശം ഒരു ഹെമിസ്ഫിയറിലും രണ്ടാമത്തെ പകുതിയിൽ രണ്ടാമത്തെ ഹെമിസ്ഫിയറിലും വെർട്ടിക്കലായി വന്ന് പതിക്കും. ഇങ്ങനെ വെർട്ടിക്കലായി സൺറൈസ് വന്ന് പതിക്കുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ പൊതുവെ കൂടുതലായിരിക്കും. സൺറൈസ് ചരിഞ്ഞു പതിക്കുന്ന സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ വളരെ കുറവും ആയിരിക്കും. ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഡയഗ്രാം ഒന്ന് നോക്കൂ. ചില സമയത്ത് ഭൂമി സൂര്യനോട് അടുക്കുകയും ചില സമയത്ത് ഭൂമി സൂര്യനിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന അഥവാ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറവുള്ള ദിവസമാണ് ജനുവരി 3. ഈ ദിവസത്തെ പറയുന്ന പേരാണ് പെരിഹിലിയൺ. പെരിഹിലിയോൺ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 147 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകന്നു നിൽക്കുന്ന അഥവാ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കൂടുതലുള്ള ദിവസമാണ് ജൂലൈ 4. ഈ ദിവസത്തെ പറയുന്ന പേരാണ് അപ്ഹിലിയൺ. അപ്ഹിലിയോൺ സമയത്ത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 152 മില്യൺ കിലോമീറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. Question 1. You have learned that there is periodic variation in the amount of sunshine over different places in both the hemispheres of the earth. Why? Answer. Variations in the amount of sunshine received are the basis for the occurrence of different seasons. The Earth's revolution and the tilt of the axis are the reasons for this variation. Question 2. How much time does the Earth take to complete one revolution? Answer. 365
1/4 days. Question 3. What is a leap year? Answer. To complete one revolution, the Earth takes 365 1/4 days. But a year normally has 365 days. The remaining 1/4 part of a day will be considered as a full day, one in every fair year. Thus, every fourth year has 366 days and is called a leap year. Thus, in every fourth year, February has 29 days. Question 4. Identify the factors responsible for the occurrence of season from among the following. Options: A. Rotation of the Earth. B. Tilt of the Earth's axis. C. Parallelism of the Earth's axis. D. All the above. Answer: tilt of the Earth's axis. Question 5. Explain the reason for the occurrence of seasons. Answer: variations in the amount of sunshine received are the basis for the occurrence of different seasons. The Earth's revolution and the tilt of the axis are the reasons for this variation. Question 6. What is meant by the parallelism of axis? Answer: the axis of the Earth is tilted at an angle of 66.5 degrees from the orbital plane. If measured from the vertical plane, this would be 23.5 degrees. The Earth maintains this tilt throughout its revolution. This is known as parallelism of Earth's axis. Question 7. What is the difference between perihelion and aphelion? Answer: the terms perihelion and aphelion describes points in the Earth's orbit of the Sun. Perihelion is where the Earth is closest to the Sun, and aphelion is when our planet reaches its farthest point from the Sun. Question 8. The Sun's rays fall vertically between Tropic of Cancer and Tropic of Capricorn. Why? Answer: Earth maintains its parallelism throughout the revolution. The position of the Sun in relation to the Earth varies. The Sun shifts parallelly between Tropic of Cancer 23.1/2 degree north and Tropic of Capricorn 23.5 degrees south. Question 9. Name the parallels marked in the following diagram. Answer: 0 degree equator, 23.5 degree north, Tropic of Cancer, 23.5 degree south, Tropic of Capricorn, 66.5 degree north, Arctic Circle, 66.5 degree south, Antarctic Circle, 90 degree north, North Pole, 90 degree
south. South Pole. Question 10. What do you mean by apparent movement of the sun? Answer. Since the Earth maintains its parallelism throughout the revolution, the position of the sun is in relation to the Earth varies. The sun shifts apparently between Tropic of Cancer 23.5° north and Tropic of Capricorn 23.5° south. This is known as the apparent movement of the sun. Question 11. What is revolution? Answer. The Earth revolves around the sun in elliptical orbit. This motion is known as revolution. Question 12. What is rotation? Answer. The Earth rotates its own axis is known as rotation. Question 13. What is the tilt of the Earth? Answer. 23.5°. Question 14. Why the amount of solar energy received on Earth is different? Answer. Due to the apparent movement of the sun.